ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു സാധനം വാങ്ങി. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം എന്താണ്, ഒരു മാസത്തോളമായി ഞാനത് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മാസത്തോളമായി. എനിക്ക് നല്ല പ്രയോജനപ്പെട്ടു. ആ സംഭവം എന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്നറിയാമോ? ഒരു ഇലക്ട്രിക് ലൈറ്ററാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മെഴുകുതിരി കത്തിക്കാനും അതുപോലെ പേപ്പർ കത്തിക്കാനും ഗ്യാസ് കത്തിക്കാനും ഒക്കെ ഈസി ആയിട്ട്. ഇനിയിപ്പോൾ ലൈറ്ററോ അതേപോലെ തന്നെ തീപ്പെട്ടിയോ ഒന്നും നമുക്ക് വേണ്ട. കണ്ടോ, ഇത് മെഴുകുതിരി കത്തിക്കാം. ഇനി നമുക്ക് പോയി ഗ്യാസ് കത്തിക്കാം. പിന്നെ ഇനി പേപ്പർ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കത്തിക്കാം. ഇനി വൈകിട്ട് വിളക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ തിരി കത്തിക്കാം. അതൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം ഇത് ഞാനിവിടെ 2 ലൈറ്റർ ഇപ്പോൾ അടുക്ക വാങ്ങിച്ചു. അപ്പോൾ 2 ലൈറ്ററും എന്താണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ അതിങ്ങനെ അമുങ്ങുന്ന മാതിരി തോന്നുന്നു. പിന്നെ അത് കത്തുന്നതും ഇല്ല, ഒന്നുമില്ല. പിന്നെ തീപ്പെട്ടി വാങ്ങിച്ചു നോക്കി. തീപ്പെട്ടി എത്ര വാങ്ങിച്ചാലും പിന്നെ അത് എന്താണ്, മഴ പെയ്താൽ അത് കത്തത്തില്ല. അപ്പോഴാണ് എബിനോട് ഞാൻ പറഞ്ഞ, മോനെ ഇങ്ങനെ നമ്മുടെ ലൈറ്ററെല്ലാം പെട്ടെന്ന് കേടാവുമല്ലോ എന്ന് പറഞ്ഞപ്പം എബിൻ പറഞ്ഞു, മമ്മിക്ക് ഞാനൊരു സാധനം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റർ മേടിച്ച് തന്നത്. അപ്പോൾ നല്ല കേട്ടോ, നല്ല കത്തിക്കാനും ഒക്കെ നല്ല സുഖമുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ചാർജ് ചെയ്യുന്നതാണ്. അത് ചാർജ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ചാർജ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കേബിളും കൂടെ കിട്ടും. പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറുമായിട്ട് നമുക്ക് വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് 4 ഇതുണ്ട് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ 4 കത്തുകയെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടുണ്ട്. അപ്പം തീരുന്നതിനനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അറിയാനുള്ളത്. നല്ലൊരു സാധനമാണ് കേട്ടോ. ഉപയോഗിച്ച് കണ്ടപ്പോൾ നല്ല ഒരു പ്രയോജനമുള്ള സാധനമായിട്ട് തോന്നി. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മഴക്കാലത്തൊക്കെ നമ്മളൊന്ന് തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ, അടുപ്പ് കത്തിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു തീപ്പെട്ടി മുഴുക്കെ നമ്മൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നാലും ചിലപ്പം കത്തിയെന്ന് വരത്തില്ല. അപ്പം ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണി എളുപ്പമാവും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പം നിങ്ങൾക്കും കൂടെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം നമ്മുടെ ചാർജറിനകത്ത് ചാർജ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് എല്ലാം ഇങ്ങനെ 4 കത്തും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പ്രസ് ബട്ടണിനകത്തോട്ട് ഒന്ന് പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കത്തും. കണ്ടോ, ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് കത്തിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ അങ്ങ് കത്തിക്കോളും. കണ്ടോ, ഇനി നമുക്ക് പേപ്പറും കൂടെ കത്തിക്കുന്ന കാണാം. ഇനി നമ്മുടെ ന്യൂസ് പേപ്പറും കൂടെ കത്തിക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കത്തിക്കോളും. നിമിഷ നേരം കൊണ്ടെല്ലാം കത്തിക്കോളും. കണ്ടല്ലോ. അപ്പോൾ ഈ ലൈറ്റർ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണവും ദോഷമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഗുണം മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളൂ. ദോഷമായിട്ടൊന്നും ഇതിനകത്തൊന്നുമില്ല. അപ്പം കഴിവിൻ്റെ പരമാവധി നമ്മളിത് വെള്ളത്തിലൊന്നും ഇടാതെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റർ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ, നിങ്ങൾക്ക് കയറി മേടിക്കാവുന്നതാണ്. അപ്പം പക്ഷേ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയത് കേട്ടോ. ഇത് പിന്നെ ഫ്ലെക്സിബിളാണ് കേട്ടോ. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഭിത്തിയിലൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് വളച്ച് തൂക്കിയിടാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊരുത്തിടാം. അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.